നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉടുമ്പൻചോലയിൽ UDFന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസിനെയാണ് UDF മത്സര രംഗത്തിറക്കുന്നത്. വനിതാ പ്രാതിനിധ്യം വിജയം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ UDF ക്യാമ്പ്. ഇടുക്കിയിൽ നിരോധനം ഒഴിവാക്കിയ സർക്കാർ തീരുമാനത്തെ ചൊല്ലി ഇടതു വലത് മുന്നണികൾ തമ്മിൽ വാക്പോര്. ഇടുക്കിയുടെ ഭാവി വികസനത്തിന് കുതിപ്പേകുന്ന തീരുമാനമെന്ന LDF, നടപടി തെരഞ്ഞെടുപ്പ് തട്ടിപ്പെന്ന UDF. ഇടുക്കി ഭൂമിയാംകുളത്ത് ലോഡ് കണക്കിന് മണ്ണിട്ട് പാടം നികത്തുമ്പോഴും അധികൃതർ മൗനത്തിൽ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിലാണ് തണ്ണീർത്തടങ്ങൾ ലോഡ് കണക്കിന് മണ്ണിട്ട് നികത്തുന്നത്. കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് വീണ്ടും KSRTC ബസ് സർവീസ് ആരംഭിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഉന്നതിയിലേക്ക് ആദ്യമായി ഒരു KSRTC ബസ് സർവീസ് നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഉടുമ്പൻചോലയിൽ UDFന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസിനെയാണ് UDF മത്സര രംഗത്തിറക്കുന്നത്. വനിതാ പ്രാതിനിധ്യം വിജയം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ UDF ക്യാമ്പ്. മണ്ഡലത്തിലുടനീളം പരിചിതനായ സേനാപതി വേണു, യുവ നേതാവ് KS അരുൺ എന്നിവരുടെ പേരുകളായിരുന്നു ഉടുമ്പൻചോലയിൽ UDF സ്ഥാനാർത്ഥി ചർച്ചയിൽ ഉയർന്നു കേട്ടത്. 2016 മണ്ഡലത്തിൽ MM മണിയോട് നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലായിരുന്നു സേനാപതി വേണു പരാജയപ്പെട്ടത്. തോട്ടം കാർഷിക മേഖലകളിലെ വിവിധ സമരരംഗങ്ങളിൽ സജീവമായിരുന്ന അരുൺ ജനകീയനായ യുവ നേതാവാണ്. ഇവർക്കൊപ്പം MN ഗോപി, ഇബ്രാഹിംകുട്ടി കല്ലാർ തുടങ്ങിയ പേരുകളും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അവസാനവട്ട ചർച്ചകളിലാണ് മിനി പ്രിൻസിന്റെ പേര് സജീവമായി പരിഗണിച്ചത്. കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്ത ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷനിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ഇത്തവണ മിനി പ്രിൻസ് UDF പാളയത്തിൽ എത്തിച്ചത്. കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റ്, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ UDF അനുകൂല പഞ്ചായത്തുകളിൽ മിനി പ്രിൻസ് സുപരിചിതയാണെന്നതും വനിതാ പ്രാതിനിധ്യവും വോട്ടായി മാറുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. സിറ്റിവിഷൻ, നെടുങ്കണ്ടം. ഉടുമ്പൻചോലയിൽ മത്സര ചിത്രം തെളിഞ്ഞു. ഇടതിനായി KK ജയചന്ദ്രനും വലതിനായി മിനി പ്രിൻസും. NDA പാളയത്തിൽ നിന്ന് സംഗീത വിശ്വനാഥനും മത്സര രംഗത്ത്. സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു. MM മണിയുടെ തട്ടകത്തിൽ ഇത്തവണയും വിജയം ആവർത്തിക്കാൻ ഉറച്ചാണ് LDF പടപ്പുറപ്പാട്. 4ാം തവണയാണ് ജയചന്ദ്രൻ ഉടുമ്പൻചോലയിൽ നിന്നും ജനവിധി തേടുന്നത്. മത്സരിച്ച് 3 തവണയും വിജയിച്ചു. 2001 മുതൽ 15 വർഷക്കാലം ഉടുമ്പൻചോലയുടെ MLA ആയി. തുടർന്ന് 2 തവണ MM മണി പ്രതിനിധീകരിച്ച മണ്ഡലത്തെ ഇടത് പാളയത്തിൽ ചേർത്ത് നിർത്താൻ ഉറച്ചാണ് KK ജയചന്ദ്രന്റെ 4ാം അംഗം. 2001 KK ജയചന്ദ്രനിലൂടെ നഷ്ടമായ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത് വനിതാ നേതാവായ മിനി പ്രിൻസിനെയാണ്. മഹിളാ കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ മണ്ഡലത്തിലുടനീളം മിനി സുപരിചിതയാണ്. വിവിധ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കരസ്ഥമാക്കിയ മിന്നും വിജയം ആവർത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. NDAക്കായി BDJSന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനാണ് കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു സംഗീത. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ കൂടിയായ സംഗീത വിശ്വനാഥൻ തോട്ടം മേഖലയിൽ സുപരിചിതയാണ്. 2016 തെരഞ്ഞെടുപ്പിലെ പ്രകടനം BDJS ആവർത്തിച്ചാൽ മണ്ഡലം പിടിച്ചെടുക്കാനാവുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. സിറ്റിവിഷൻ, ഉടുമ്പൻചോല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പ്രചാരണ സാമഗ്രികൾ അച്ചടിക്കാൻ സമീപിക്കുന്നവരിൽ നിന്ന് പ്രിന്റിംഗ് പ്രസ് ഉടമകൾ സത്യവാങ്മൂലം വാങ്ങി സൂക്ഷിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് വിഭാഗം അറിയിച്ചു. ഇടുക്കി, തൊടുപുഴ, പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ, സ്ഥാനാർത്ഥികൾക്കായി മറ്റാരെങ്കിലും, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർ പോസ്റ്റർ, ബാനർ, മറ്റു പ്രചരണ സാമഗ്രികൾ എന്നിവ അച്ചടിക്കാൻ സമീപിക്കുന്ന പക്ഷം പ്രിന്റിംഗ് ജോലി ഏൽപ്പിക്കുന്നവരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങി സൂക്ഷിക്കണം. പ്രിന്റ് ചെയ്യുന്ന പ്രചരണ സാമഗ്രികളിൽ പ്രിന്റിംഗ് സ്ഥാപനം, പബ്ലിഷ് ചെയ്യുന്ന ആളിന്റെ പേരും മേൽവിലാസവും കോപ്പികളുടെ എണ്ണവും എന്നിവയും രേഖപ്പെടുത്തണം. ഇവയുടെ 2 കോപ്പിയും സത്യവാങ്മൂലത്തിന്റെ പകർപ്പും പ്രസ് പ്രവർത്തിക്കുന്ന പ്രദേശത്തെ നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർക്ക് 3 ദിവസത്തിനകം കൈമാറണം. പ്രസ് ഉടമകൾ കർശനമായും നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇല്ലാത്തപക്ഷം അച്ചടിശാലകൾക്കെതിരെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതുൾപ്പെടെ 1951 ജനാധിപത്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എക്സ്പെൻഡിച്ചർ നോഡൽ ഓഫീസർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സിറ്റിവിഷൻ.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5ാം തവണയും ദേവികുളം മണ്ഡലത്തെ ചുമപ്പിച്ചു നിർത്തുമെന്ന അഡ്വക്കേറ്റ് എ രാജ MLA സ്ഥാനാർത്ഥി പ്രഖ്യാപന ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി ഇടതു സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രചാരണ രംഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നതെന്നും മൂന്നാമതും കേരളത്തിൽ ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്നും അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലം വീണ്ടും 5ാം തവണയും ചുവപ്പിച്ച് നിർത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് ആദ്യമായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥിയാകുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കുര്യച്ചൻ അന്ന് ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, ഈ മണ്ഡലം ദേവികുളം എപ്പോഴും തോട്ടം തൊഴിലാളികളുടെ മണ്ഡലമാണ്. ഒരു വർഗീയ ശക്തിക്കും അതിൽ നിന്ന് ഈ മണ്ഡലത്തെ പിടിച്ചു മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മണ്ഡലം വിജയിച്ചിരിക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ മൂന്നാമതും കേരളത്തിൽ LDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഈ ദേവികുളം മണ്ഡലവും ഇടതുപക്ഷം ജയിച്ചിരിക്കും. ഇടുക്കിയിൽ പട്ടയഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ഒഴിവാക്കിയ സർക്കാർ തീരുമാനത്തെ ചൊല്ലി ഇടതു വലത് മുന്നണികൾ തമ്മിൽ വാക്പോര. ഇടുക്കിയുടെ ഭാവി വികസനത്തിന് കുതിപ്പേകുന്ന തീരുമാനമാണ് ഇതെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. എന്നാൽ നിർമ്മാണ നിരോധനം നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്ന് UDF ആരോപിക്കുന്നു. 1960-ലെ ഭൂനിയമം ഭേദഗതി ചെയ്യുന്നതിന് പിന്നാലെയാണ് സർക്കാർ ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം നീക്കിയത്. പട്ടയഭൂമിയിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കാം. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത്. ഇടുക്കിയുടെ ഭാവി നിർണ്ണയിക്കുന്ന തീരുമാനമാണിതെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. ജില്ലയിലെ ഭാവി നിശ്ചയിക്കുന്ന നിർണായക വഴിത്തിരിവാണ് LDF ഗവൺമെന്റിലൂടെ യാഥാർത്ഥ്യമായിരിക്കും. ഏത് വിധത്തിലുള്ള നിർമ്മാണങ്ങളും സുഗമമായി തുടരുന്നതിനും ജനങ്ങൾക്ക് ഇനി അവസരം ലഭിക്കും. ഹൈക്കോടതി വിധിയെ തുടർന്ന് പുതിയ നിർമ്മാണ അനുമതി നൽകാനുണ്ടായിരുന്ന തടസ്സമാണ് ഇതിൻ്റെ ഭാഗമായി നീക്കം ചെയ്യപ്പെട്ടുള്ളത്. നമുക്കറിയാം, 1960-ലെയും 1964-ലെ ഭൂനിയമ ചട്ടമനുസരിച്ച് ഇടുക്കി ജില്ലയിൽ യഥേഷ്ടമായ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് 50 വർഷത്തിലേറെ അഭംഗരം തുടരുന്ന നിർമ്മാണങ്ങൾ തടസ്സപ്പെടുത്താനിടയായത്. കോൺഗ്രസ് നേതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ച് പള്ളിവാസലിൽ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി കൊടുക്കുകയും ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയ സർക്കാർ ഇപ്പോൾ എടുത്ത തീരുമാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തട്ടിപ്പാണെന്നാണ് UDFന്റെ ആരോപണം. ഇതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊന്നും ആളുകൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇതെല്ലാം അനാവശ്യമായ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി പോകാൻ വേണ്ടി. അതുകൊണ്ട് ക്രമവൽക്കരണത്തിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്ന കാര്യത്തിലായാലും യാതൊരുവിധ ഉപാധികളും പറയാൻ പാടില്ല. ആളുകളുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും അതിൻ്റെ പേരിൽ ഈടാക്കാൻ പാടില്ല. എല്ലാ പട്ടയങ്ങളും ഒരുപോലെ ആളുകൾക്ക് ഉപാധിരഹിതമായി ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള സ്വാതന്ത്ര്യവും അവകാശവും കൊടുക്കണം. പട്ടയഭൂമിയിൽ ഗവൺമെൻറ് നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല. ഭൂനിയമ ഭേദഗതിയും നിർമ്മാണ നിരോധനവും നീക്കിയ നടപടിയും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാക്കുവാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. എന്നാൽ കെട്ടിട നിർമ്മാണം ക്രമവൽക്കരിക്കുന്നതിന് ഫീസ് ഈടാക്കുവാനുള്ള സർക്കാർ തീരുമാനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാകും UDF ഇതിനെ പ്രതിരോധിക്കുക. സിറ്റി വിഷൻ, കട്ടപ്പന. പട്ടയാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് സ്വീകരണം നൽകി. ലാൻഡ് രജിസ്റ്ററിൽ ലേലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയിൽ പട്ടയം അനുവദിച്ചതിൽ ഇടുക്കി MLA ആയ മന്ത്രി റോഷി അഗസ്റ്റിൻ വലിയ പങ്ക് വഹിച്ചതിനാണ് തോപ്രാംകുടിയിൽ മന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയത്. വാത്തുക്കുടി പഞ്ചായത്തിലെ ആയിരക്കണക്കിന് കർഷകരുടെ പതിറ്റാണ്ടുകൾ പിന്നിടുന്ന പട്ടയം എന്ന സ്വപ്നത്തിനാണ് സർക്കാർ അംഗീകാരം നൽകിയത്. കർഷകർ വർഷങ്ങളായി നടത്തിവന്ന സമരങ്ങളുടെ ഫലമായാണ് ഈ തീരുമാനമുണ്ടായത്. ഭൂപതിവ് ഓഫീസ് ധർണ, കളക്ടറേറ്റ് മാർച്ച്, വോട്ട് ബഹിഷ്കരണം തുടങ്ങി വിവിധ സമരമാർഗങ്ങളാണ് കർഷകർ അവലംബിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോപ്രാംകുടി പട്ടയ അവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ നടത്തിയ വോട്ട് ബഹിഷ്കരണം കർഷകർക്ക് ഗുണകരമാവുകയായിരുന്നു. തുടർന്ന് ഭരണകൂടം ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന 5ഓളം ചർച്ചകളുടെ ഫലമായാണ് ഇപ്പോഴത്തെ ഉത്തരവ്. പട്ടയം നൽകാൻ ഉത്തരവായതോടെ സന്തോഷഭരിതരായ കർഷകർ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ മന്ത്രി റോഷി അഗസ്റ്റിന് ഗംഭീര സ്വീകരണം നൽകി. തോപ്രാംകുടിയിൽ പട്ടയ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ജെയിംസ് പരിമലയുടെ ഭവനാങ്കണത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ തോപ്രാംകുടി മർച്ചന്റ് പ്രസിഡന്റ് സന്തോഷ് തെക്കേൽ പൊന്നാട അണിയിച്ചും കർഷകർ പൂക്കൾ നൽകിയും സ്വീകരിച്ചു. അടുത്തതായി
യോഗത്തിൽ ജെയിംസ് പരിമല അധ്യക്ഷത വഹിച്ചു. ഷാജു മണ്ണുകത്ത്, മനോജ് ഐമുറി, ജോയി അമ്പലം, ജോൺസൺ നിരപ്പൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. മൂന്നാറിൽ LDFന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ മുന്നണി ബന്ധം അവസാനിപ്പിച്ച BJPയിൽ ചേർന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു മൂന്നാറിൽ LDFന്റെ നയവിശദീകരണ യോഗം നടന്നത്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വഞ്ചകനാണ് S. രാജേന്ദ്രൻ എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ നിൽക്കുകയും ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ മുന്നണി ബന്ധം അവസാനിപ്പിച്ച BJPയിൽ ചേർന്ന സാഹചര്യവും പരിഗണിച്ചായിരുന്നു മൂന്നാറിൽ LDFന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വഞ്ചകനാണ് S. രാജേന്ദ്രൻ എന്ന് CV വർഗീസ് പറഞ്ഞു. ആ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ മക്കളെ ദാനം ചെയ്ത് അമ്മമാരുള്ള പാർട്ടിയാണിത്. ഭർത്താവിനെ ദാനം ചെയ്ത ഭാര്യമാരുള്ള പാർട്ടിയാണിത്. വിധവകളായ നൂറുകണക്കായ സഖാക്കളുണ്ട്. അച്ഛനും അമ്മയും അച്ഛൻ നഷ്ടപ്പെട്ടു പോയതിന് നിരാലംബരായി ഒട്ടേറെ രക്തസാക്ഷികളായ മക്കളുണ്ട്. ഇവരെല്ലാം ഈ പാർട്ടികൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ RSSകാരനും സംഘപരിവാറുകാരനെയും ഒറ്റുകാരനായി മാറി. ആ ഒറ്റുകാരനായി മാറിയതിനു ശേഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനെ വേട്ടയാടാമെന്നാണ് പ്രിയപ്പെട്ട രാജേന്ദ്ര താൻ കരുതുന്നെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് പോരാട്ടപാതയിൽ ഒട്ടേറെ ജീവരക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന അനശ്വരരായ രക്തസാക്ഷികളെ സാക്ഷി നിർത്തി പറയുന്നു, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതിൽ ഒരു തർക്കവും വേണ്ട. S. രാജേന്ദ്രനെതിരെ യോഗത്തിൽ സംസാരിച്ച LDF നേതാക്കളെല്ലാം രൂക്ഷഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. നയവിശദീകരണ യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. CPIM മൂന്നാർ ഏരിയ സെക്രട്ടറി M. രാജൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് A. രാജ MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. ലക്ഷ്മണൻ, KK വിജയൻ, R. ഈശ്വരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V. മാരിയപ്പൻ, PK കൃഷ്ണൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MY ഔസേപ്പ, P. മുത്തുപ്പാണ്ടി, അഡ്വക്കേറ്റ് T. ചന്ദ്രപാൽ, TM മുരുകൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ മൂന്നാർ. മറ്റു വാർത്തകളുമായി എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി ഭൂമിയാങ്കുളത്ത് ലോഡ് കണക്കിന് മണ്ണിട്ട് പാടം നികത്തുമ്പോഴും അധികൃതർ മൗനത്തിൽ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിലാണ് തണ്ണീർത്തടങ്ങൾ ലോഡ് കണക്കിന് മണ്ണിട്ട് നികത്തുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയാണ് ഭൂമിയാങ്കുളം. വാട്ടർ അതോറിറ്റി വഴിയും പഞ്ചായത്ത് വേനൽക്കാലങ്ങളിൽ ആഴ്ചയിൽ 3 ദിവസവും വെള്ളം എത്തിച്ചു നൽകിയുമാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ കടുത്ത വരൾച്ചയാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭൂമിയാങ്കുളത്തിന്റെ ഏറ്റവും കൂടുതൽ ജലലഭ്യതയുള്ള പ്രദേശം മണ്ണിട്ട് നികത്താൻ ചിലർ ശ്രമിക്കുന്നത്. ഇതിനായി വലിയ മല ഇടിച്ചു നിരത്തി 100 കണക്കിന് ടിപ്പർ മണ്ണ് പാടത്തിന് സമീപം എത്തിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം JCB ഉപയോഗിച്ച് പാടത്തേക്ക് മണ്ണ് തള്ളി നീക്കുവാനാണ് നീക്കം. ഇതിനുശേഷം ഇവിടെ ബിൽഡിംഗ് നിർമ്മിക്കാനാണ് പദ്ധതി.
ശക്തമായ മഴയുള്ള സമയങ്ങളിൽ ഈ ഇടപെടൽ മൂലം ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട്. ഇതൊരു മഴക്കാലമായി കഴിയുമ്പോൾ, കാരണം ഇത് കിഴുക്കാൻ തൂക്കായിട്ട് കിടക്കുക, ഇതൊരു മഴക്കാലമായി വരുമ്പം അവിടെ വെള്ളം കെട്ടി ഈ മണ്ണിന്റെ ഭാരം താങ്ങാൻ പറ്റാതെ ഉറപ്പായിട്ട് ഈ പ്രദേശത്ത് മണ്ണെല്ലാം കൂടെ ഇടിഞ്ഞു വന്ന് ഉരുൾപൊട്ടൽ പോലുള്ള വലിയ ഭീകരമായ ഒരു സംഭവം ഉണ്ടാവും. അതിന് യാതൊരു സംശയമില്ല. ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നതൊന്നും ശരിയല്ല. ബന്ധപ്പെട്ട അധികാരികൾ ഇത് കാണണം. ഇതേപോലെ നാടിന് ദോഷം വരുന്ന, ജനങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിച്ചുകൂടാ. ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം. ബന്ധപ്പെട്ട അധികാരികൾ നിയമ നടപടികൾ സ്വീകരിക്കണം. ഭൂമിയാംകുളം ടൗണിൽ നിന്ന് തടിയമ്പാടിലേക്ക് പോകുന്ന റോഡിന് സമീപത്താണ് പാടം നികത്തൽ നടക്കുന്നത്. ചില പൊതുപ്രവർത്തകർ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഇവർ നടപടിയെടുക്കാതെ മൗനത്തിലും. ജില്ലാ ഭരണകൂടം അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് വീണ്ടും KSRTC ബസ് സർവീസ് ആരംഭിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഉന്നതിയിലേക്ക് ആദ്യമായി ഒരു KSRTC ബസ് സർവീസ് നടത്തിയത്. എന്നാൽ ശനിയാഴ്ച ബസ് എത്തിയില്ല. വെള്ളിയാഴ്ച നടന്നത് ട്രയൽ റൺ എന്നായിരുന്നു KSRTCയുടെ വിശദീകരണം. എന്നാൽ വനം വകുപ്പിന്റെ തടസ്സവാദമാണ് ബസ് എത്താത്തതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഉന്നതി നിവാസികൾ രംഗത്തെത്തി. വിഷയത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ഉന്നതിയിലേക്ക് വീണ്ടും KSRTC ബസ് സർവീസ് പുനരാരംഭിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് വീണ്ടും KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അടിമാലിയിൽ നിന്നും KSRTCയുടെ സർവീസ് കുറത്തിക്കുടി ഉന്നതിയിലേക്ക് പുറപ്പെട്ടു. കുറത്തിക്കുടിയിൽ എത്തിയ ശേഷം അന്ന് തന്നെ ബസ് തിരികെ അടിമാലിക്ക് വരും വിധമാണ് ആദ്യ സർവീസിന്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഉന്നതിയിലേക്ക് ആദ്യമായി ഒരു KSRTC ബസ് സർവീസ് നടത്തിയത്. എന്നാൽ ശനിയാഴ്ച ബസ് എത്തിയില്ല. വെള്ളിയാഴ്ച വന്നത് ട്രയൽ റൺ ആയിരുന്നു എന്നാണ് KSRTCയുടെ വിശദീകരണം. എന്നാൽ വനംവകുപ്പിന്റെ തടസ്സമാണ് ബസ് എത്താത്തതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഉന്നതി നിവാസികൾ രംഗത്തെത്തി. വിഷയത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ഉന്നതിയിലേക്ക് വീണ്ടും KSRTC ബസ് പുനരാരംഭിച്ചത്. നിവാസികളുടെ ആവശ്യമാണ് അവിടത്തേക്ക് ഒരു ബസ് സർവീസ് നടത്തുക എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KSRTC ട്രയൽ റൺ നടത്തി. അതിനെ തുടർന്ന് ഇന്നു മുതൽ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള സർവീസ് പുറത്തു വരെ പോകുന്നതിന് ഇപ്പോൾ KSRTC ഉത്തരവാക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ അവരുടെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇടയ്ക്കുണ്ടായിരുന്ന തടസ്സവും നീക്കിക്കൊണ്ടാണ് KSRTC ബസ് സർവീസ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മുതുവാൻ സമുദായക്കാരായ നിരവധി കുടുംബങ്ങൾ കുറത്തിക്കുടിയിൽ താമസിച്ചു വരുന്നുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമെങ്കിലും മാങ്കുളം ടൗണുമായിട്ടാണ് കുറത്തിക്കുടിയിലെ കുടുംബങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടുന്നത്. മുമ്പ് കുറത്തിക്കുടി ഉന്നതിയിലേക്ക് യാത്രായോഗ്യമായ റോഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെരുമ്പൻകുത്ത മുതൽ ആദിവാസി ഉന്നതിയുടെ തൊട്ടരികിൽ വരെ ഇപ്പോൾ യാത്രായോഗ്യമായ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് കുറത്തിക്കുടിയിലേക്കും KSRTC ബസ് സാധ്യമായത്. സിറ്റി വിഷൻ, അടിമാലി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ധനസഹായ വിതരണം നടന്നു. രാജകുമാരി ഖജനാപ്പാറ യൂണിറ്റിലെ വ്യാപാരി വിനോദ് രാജ് മഞ്ഞപ്പിത്തം ബാധിച്ച കഴിഞ്ഞ മാസം നിര്യാതനായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം കൈമാറുകയായിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ധനസഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അകാലത്തിൽ വേർപിരിഞ്ഞ വിനോദ് രാജിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ കാരുണ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 ലക്ഷം രൂപയും ഖജനാപ്പാറ യൂണിറ്റ് സമാഹരിച്ച 1,10,000 രൂപയും ചേർത്ത് 7,60,000 രൂപ കുടുംബത്തിന് നൽകി. വിനോദിന്റെ ഭാര്യ ചിത്രയും മകളും ചേർന്നാണ് ധനസഹായം ഏറ്റുവാങ്ങിയത്. അകാലത്തിൽ കുടുംബനാഥനെ നഷ്ടപ്പെടുന്ന വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി വ്യാപാരി സമൂഹത്തിനുള്ളിൽ വലിയ പിന്തുണ നേടി മുന്നേറുകയാണ്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതിനകം 40-ലധികം വ്യാപാരി കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബങ്ങൾക്ക് പദ്ധതി വഴി വലിയ ആശ്വാസകരമാണെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടി. ഖജനാപ്പാറ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരികളിൽ ഐക്യവും സഹകരണവും വളർത്തുന്നതിൽ കാരുണ്യം പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നതായും സണ്ണി പൈമ്പിള്ളി കൂട്ടിച്ചേർത്തു. നമ്മുടെ ഓരോ അംഗങ്ങൾ മരിക്കുന്നതും ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമാണ്. പക്ഷേ ആ കുടുംബത്തിന് കൈത്താങ്ങാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ പല വിധത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിനോദിൻ്റെ കുടുംബാംഗങ്ങളോട് ഒരു പ്രത്യേകമായ സ്നേഹവും പ്രത്യേകമായ അവരോടൊരു അനുശോചനവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു.
ഭാര്യയുടെ പേരിലാണ് അതിൻ്റെ അവകാശിയാക്കി വെച്ചിട്ടുള്ളത്. ഡൈസ് സൂചിപ്പിച്ചതുപോലെ അവരുടെ അക്കൗണ്ടിലേക്ക് നാളെ തന്നെ ഈ 6 ലക്ഷം രൂപയുടെ ഇത് കയറും. യൂണിറ്റ് പ്രസിഡന്റ് കറുപ്പുസ്വാമി, നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജോൺസൺ, വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡയസ് പുലൻ, ട്രഷറർ സിബി കൊച്ചുവള്ളാട്ട്, യൂണിറ്റ് ട്രഷറർ ജവഹർലാൽ നെഹ്റു എന്നിവരും മറ്റു വ്യാപാരികളും പങ്കെടുത്തു. പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ തുടരുകയാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ രാജകുമാരി. കോൾ വിളിക്കാനെന്ന വ്യാജേന ഫോൺ വാങ്ങിയ ശേഷം ആ ഫോണുമായി കടന്നു കളഞ്ഞെന്ന പരാതിയുമായി മൂന്നാറിലെ പൂവ് വ്യാപാരി രംഗത്ത്. മൂന്നാർ ടൗണിൽ ചർച്ചിൽ പാലത്തിന് സമീപം പൂവ് വിൽപ്പന നടത്തുന്ന മധുര സ്വദേശി മഹാമണിയുടെ ഫോണാണ് മോഷ്ടിക്കപ്പെട്ടത്. സംഭവത്തിൽ മഹാമണി മൂന്നാർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ സംഭവം നടന്നുവെന്നാണ് മൂന്നാർ ടൗണിലെ പൂവ്യാപാരിയായ മഹാമണിയുടെ പരാതി. ടൗണിൽ ചർച്ചിൽ പാലത്തിന് സമീപമാണ് മഹാമണി കച്ചവടം നടത്തുന്നത്. സ്ഥിരമായെന്നോണം തന്റെ കയ്യിൽ നിന്നും പൂവ് വാങ്ങാൻ എത്തുന്നയാളാണ് കോൾ വിളിക്കാൻ എന്ന വ്യാജേന ഫോൺ വാങ്ങിയ ശേഷം ഫോണുമായി കടന്നു കളഞ്ഞതെന്ന് മഹാമണി പറയുന്നു. ഇയാളുടെ പേരറിയില്ലെന്നും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും മഹാമണി വ്യക്തമാക്കി. ஆள் வந்து எமர்ஜென்சி கால்னு ஃபோன் கேட்டாங்க, கொடுத்தேன். ஃபோன் பேசிட்டு இருந்தாங்க. நான் பூ வியாபாரம் பார்க்குறது ஆளை பார்க்குறேன், ஆளை காணோம். எங்கிட்டு போனான்னு தெரில. ஃபோனை 30,000 ഫോൺ. സംഭവത്തിൽ മഹാമണി മൂന്നാർ പോലീസിൽ പരാതി നൽകി. 30,000 രൂപ വരുന്ന സാംസങ് കമ്പനിയുടെ ഫോണാണ് കവർച്ച ചെയ്തത്. കോൾ ചെയ്യാനെന്ന വ്യാജേന ഫോൺ വാങ്ങിയ ശേഷം മഹാമണിയുടെ കണ്ണുവെട്ടിച്ച അപരിചിതൻ ഫോണുമായി കടന്നുകളയുകയായിരുന്നു. സിറ്റി വിഷൻ മൂന്നാർ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ, വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉടുമ്പൻചോലയിൽ UDFന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസിനെയാണ് UDF മത്സര രംഗത്തിറക്കുന്നത്. വനിതാ പ്രാതിനിധ്യം വിജയം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ UDF ക്യാമ്പ്. ഇടുക്കിയിൽ നിരോധനം ഒഴിവാക്കിയ സർക്കാർ തീരുമാനത്തെ ചൊല്ലി ഇടതു വലത് മുന്നണികൾ തമ്മിൽ വാക്പോര്. ഇടുക്കിയുടെ ഭാവി വികസനത്തിന് കുതിപ്പേകുന്ന തീരുമാനമെന്ന LDF, നടപടി തെരഞ്ഞെടുപ്പ് തട്ടിപ്പെന്ന UDF. ഇടുക്കി ഭൂമിയാംകുളത്ത് ലോഡ് കണക്കിന് മണ്ണിട്ട് പാടം നികത്തുമ്പോഴും അധികൃതർ മൗനത്തിൽ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിലാണ് തണ്ണീർത്തടങ്ങൾ ലോഡ് കണക്കിന് മണ്ണിട്ട് നികത്തുന്നത്. കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് വീണ്ടും KSRTC ബസ് സർവീസ് ആരംഭിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഉന്നതിയിലേക്ക് ആദ്യമായി ഒരു KSRTC ബസ് സർവീസ് നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.